അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ കുറച്ച് ചാമ്പയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാമ്പയ്ക്കയുടെ സീസൺ ആണല്ലോ. അപ്പോൾ ഈ ചാമ്പയ്ക്ക വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഒരു കറിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് മൺചട്ടിക്കകത്താണ് നമ്മുടെ പരിപാടി. ഇപ്പോൾ ചട്ടി ഓൾറെഡി ഇപ്പോൾ ചൂടായിരിക്കും. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കലാപരിപാടി തുടങ്ങാം. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉലുവ അത് പൊട്ടട്ടെ. അപ്പൊ ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിരിക്കും. അതെ, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പൊ അതും അരിഞ്ഞ് ഇത് പൊട്ടിട്ട് നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ഉലുവ പൊട്ടി കടുകൂടെ പൊട്ടി വന്ന സമയത്ത് നമുക്ക് ഇനി അടുത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് കൊടുക്കാം. നമ്മുടെ വറ്റല മുളക് ഇതൊന്ന് മുറിച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കറിവേപ്പില ഒരു പൊട്ടിത്തെറിയോട് കൂടി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചി പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇനി നമുക്കുണ്ടല്ലോ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ നമ്മുടെ സവോളയാണ്. അപ്പോൾ ഈ സവോളയ്ക്ക് വളരെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണെങ്കിൽ നമുക്ക് എടുക്കാം. അത് നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതൊരു മീഡിയം ഇതായപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തക്കാളി നമ്മൾ അരിഞ്ഞ് വെച്ചൊരു തക്കാളി, ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി അത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി ഇതെന്തല്ലോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതാണ് നമ്മുടെ പരിപാടി. നന്നായിട്ട് ഒന്ന് ഒരുപാട് തീയൊന്നും വെക്കാതെ വഴറ്റിയെടുക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ എന്താ പറയുക ചാമ്പയ്ക്കയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ടെല്ലാം ഗോൾഡൻ കളറായിട്ടുണ്ട്. നമ്മൾ ചാമ്പയ്ക്കയും അരിഞ്ഞ് എല്ലാം സെറ്റപ്പാക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ചേർക്കാനുള്ള പൊടികളൊക്കെ ഇതിൽ ഇത് മഞ്ഞൾപ്പൊടി, നമ്മുടെ കാശ്മീരി മുളക് പൊടി, നമ്മുടെ സാധാരണ മുളക് പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുത്ത സാധനമാണ് മല്ലിപ്പൊടി. ഇനി ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ മീനിന്റെ മസാല, ഫിഷ് മസാല. അപ്പൊ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ശകലം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതെന്താന്ന് വെച്ചാൽ ഈ ഡ്രൈ ആയി കിട്ടുമ്പോഴേ ഇത് കരിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇനി ഈ പൊടികളുടെ ഒക്കെ ഉണ്ടല്ലോ ആ പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടിപൊളിയായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഏകദേശം ഒന്ന് മാറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തുണ്ടല്ലോ കുടംപുളി കലക്കി വെച്ച് നമ്മുടെ വെള്ളം കൊണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ വേണം. ഒരു അത്യാവശ്യം നമുക്കൊരു ചാറ് നമുക്ക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് ഇത് ഈ ഗ്രേവി ഒന്ന് തിളയ്ക്കണം. അപ്പോൾ ഉപ്പും കൂടെ നമ്മൾ ചേർത്തേക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് എന്താ പറയുക വെട്ടി തിളയ്ക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ എന്തുവാ ചാമ്പയ്ക്ക അത് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഈ ചാമ്പയ്ക്ക ഇതിനകത്ത് ഒത്തിരി അങ്ങ് വേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് പച്ചക്കാണെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒരുപാട് നമുക്ക് വേണ്ട. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറത്ത് കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ ഇതൊന്ന് ഒന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് ആവി ഒന്ന് കയറി വരണം. എന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് തുറക്കാം. അടിപൊളി സെറ്റ് നമ്മുടെ കാളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചാമ്പയ്ക്കയുടെ ഒരു കറി.
അപ്പോൾ നമുക്ക് കറിവേപ്പില കൂടെ. അതെ. അപ്പോൾ എന്തായാലും ചാമ്പയ്ക്ക കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നമ്മുടെ മീൻകറിയുടെ അതേ ടേസ്റ്റാണ് സാധനം. മീൻകറിക്ക് പകരം വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും. എന്നാൽ മീൻകറിയുടെ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായവും നിർദ്ദേശവും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളൊന്ന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. പിന്നെ അത്രയൊക്കെ. പിന്നെ ഇന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried.